ഇതൊരു ഉപഹാരമാണ്. താങ്ക് യു. ഇനി ആൻസിയുടെ സന്തോഷം ഞങ്ങളൊന്ന് പറഞ്ഞേരെ, ഇത്രയും പേരും കേട്ടോട്ടെ. ഞാനിവിടെ സ്ട്രക്ചറിൽ കിടന്നിട്ടാണ് വന്നത്. ഞാൻ 24-ാം തീയതി എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. എന്നെ എറണാകുളം പോയത്. അവിടെ നിന്ന് എനിക്ക് 4 ദിവസമാണ് ഞാൻ അവിടെ കിടന്നത്. അവിടെ ഓപ്പറേഷനാണ് പറഞ്ഞത്. അപ്പൊ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ വില്ലിങ് അല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അപ്പൊ ഇവിടെ വന്ന് ഞാനിങ്ങനെ ഡൈപ്പർ അതുപോലെ യൂറിൻ ബാഗ് ഒക്കെ ഇട്ടിട്ടാണ്, അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്നെ കെടുത്താണ് ചെയ്തത്. ബെഡ്ഷീറ്റിൽ വലിച്ചിങ്ങനെ കെടുത്താണ് ചെയ്തത്. അത്രയും മോശം അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഇപ്പോ 28-ാം തീയതി വന്ന് 1-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ യൂറിൻ ട്യൂബൊക്കെ മാറ്റി. പിന്നെ ഞാൻ ട്രീറ്റ്മെന്റ് റൂമിൽ പോയിട്ട് കാര്യങ്ങൾ നടത്തി തുടങ്ങി. തന്നെ ബാത്റൂമിൽ പോയി തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഇന്നത്തെ നിലയിലെത്തി. ഭയങ്കര ഹാപ്പി. വീട്ടിലേക്ക് പോവല്ലേ? വീട്ടിലോട്ട് വന്നിട്ട് 7 ദിവസം കഴിഞ്ഞു. വന്നപ്പോൾ ഉണ്ടായിരുന്ന യൂറിൻ ട്യൂബ് എല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോൾ ട്രീറ്റ്മെന്റിലേക്ക് കടന്നു കഴിഞ്ഞു. വന്നതിൽ നിന്നും ഒരു 10-20% ഇപ്പോൾ നിലവിൽ ബെറ്റർ ആയിട്ടുണ്ട്. നമ്മളിവിടെ ചികിത്സയ്ക്ക് എടുക്കുന്നത് ഇതുപോലുള്ള കേസുകളാണ്. നടുവേദന, കഴുത്തുവേദന, മറ്റുള്ള ഹോസ്പിറ്റലുകൾ പറ്റില്ല എന്ന് പറയുന്നത്, അതൊക്കെയാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ആൻസിയുടെ ട്രീറ്റ്മെൻറ്റ് നന്നായി പുരോഗമിക്കുന്നു. മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു സർജറിക്ക് വേണ്ടിയിട്ട്. ഒരു പ്രത്യേക റെക്കമെൻഡേഷനിലാണ് ആൻസിനെ എടുത്തത്. എന്തായാലും ട്രീറ്റ്മെൻറ്റ് വളരെ നന്നായി പുരോഗമിക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. ഒരു 30 ദിവസത്തെ 35 ദിവസത്തെ ട്രീറ്റ്മെൻറ്റെങ്കിലും മിനിമം ആൻസിക്ക് വേണ്ടി വന്നേക്കാം. എന്തായാലും കാര്യങ്ങൾ വളരെ മെച്ചമായിട്ട് പോകുന്നു. ഇപ്പോൾ തന്നെ 6-7 ദിവസം കൊണ്ട് 10-20%-ലേറെ എന്തായാലും ദൈവാനുഗ്രഹം ആൻസിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൻസി ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു. ഇപ്പോൾ ഒരു 30-35% ബെറ്റർ ആണ് അല്ലെ? ബാക്കും കൂടി വേണ്ടതാണ്. അത് കൃത്യമായ ഫോളോ അപ്പ് വേണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറാണ് ഇതിനൊക്കെ നേതൃത്വം വഹിച്ച ആള്. ഓക്കെ, അപ്പൊ ആൻസി ഇങ്ങനെ സന്തോഷമായി കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഒരു കയ്യടി കൊടുത്ത എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ആൻസിനെ നമുക്ക് സന്തോഷമായിട്ട് വീട്ടിലേക്ക് യാത്രയാക്കാം. ഫോളോ അപ്പിന് കൃത്യമായിട്ട് പറഞ്ഞേക്കാം കേട്ടോ.